നമസ്കാരം. ഇന്ന് ലോക കാലാവസ്ഥയെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് നടക്കുന്നു. എന്നാൽ ഭാരതത്തിൽ സനാതനധർമ്മ സംസ്കാരം ഉണ്ടായി തുടങ്ങിയ കാലഘട്ടം മുതൽ, അത് നമ്മുടെ പുരാണങ്ങളിൽ, വേദങ്ങളിൽ, ഇതിഹാസങ്ങളിൽ ഒക്കെ പരിസ്ഥിതിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. വൃക്ഷപൂജയുണ്ടായിരുന്നു. ഒരു മരം മുറിക്കുമ്പോൾ, വൃക്ഷം മുറിക്കുമ്പോൾ 10 തൈ പകരം വെക്കണമായിരുന്നു. അല്ലാതെ മുറിക്കാൻ പറ്റത്തില്ല. വൃക്ഷത്തോട് അനുവാദം ചോദിക്കുമായിരുന്നു. അതിന് പൂജ ചെയ്ത് അനുവാദം ചോദിച്ചിട്ട് അത് മുറിക്കത്തുള്ളായിരുന്നു. വൃക്ഷായുർവേദം ഉണ്ടായിരുന്നു. വൃക്ഷായുർവേദം വന്നത് ആൽമരം പോലുള്ള വലിയ മരങ്ങൾ ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കി എടുക്കാൻ പറ്റും. ഈ അടുത്ത കാലത്തും കേരളത്തിൽ പല മരങ്ങളും ഇങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കി, പാഴായി പോയാൽ കേടായി പോകുന്ന മരങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കി എടുക്കുന്നുണ്ട്. വൃക്ഷായുർവേദം. മരങ്ങൾ വയ്ക്കുന്നതിനെ കുറിച്ച് വളരെ വ്യാപകമായി സങ്കല്പമുണ്ടായിരുന്നു. സൂര്യനെ ആരാധിച്ചിരുന്നു. ആരാധിച്ചിരുന്നത് അതിപ്പോൾ സൂര്യ നമസ്കാരത്തിന്റെ രൂപത്തിലൊക്കെ മാറിയിട്ടുണ്ട്. ചൂട്, പ്രകാശം തരുന്ന അതിനെ ആരാധിച്ചിരുന്നു. ആരാധിക്കണ്ട, ബഹുമാനിച്ചാൽ മതി. പുതിയ കാലഘട്ടത്തിൽ വെള്ളത്തെ ആരാധിച്ചിരുന്നു. ബഹുമാനിച്ചാൽ മതി. പാമ്പുകളെ ആരാധിച്ചിരുന്നു. ഇപ്പോഴും ക്ഷേത്രം തന്നെയുണ്ട്. മണ്ണാർശാല പോലുള്ള ക്ഷേത്രങ്ങൾ തന്നെയുണ്ട്. പിന്നെ പല ക്ഷേത്രങ്ങളിലും നാഗരകാവ്, നാഗരയൊക്കെ ആദരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. അതൊരു സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. മഴയെ, വെള്ളത്തെ, പ്രകൃതിയിലോ അഗ്നിയെ, അതുപോലെ തന്നെ അഗ്നിയെ ആരാധിച്ചിരുന്നു. ഇതിനെല്ലാം ദേവന്മാരെ സങ്കല്പിച്ചിരുന്നു. അഗ്നിക്ക് ദേവൻ, മഴയ്ക്ക് ദേവൻ, വായുവിന് ദേവൻ, ഭൂമിക്ക് ദേവൻ. ഇങ്ങനെ ഓരോന്നിനും എന്തിനാണ് ഭാരതീയർ അങ്ങനെ ഓരോന്നിനെ സങ്കല്പിച്ചത്, അല്ലെങ്കിൽ ഓരോ ദർശനം നൽകിയത്? ഇതെല്ലാം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാരതത്തിൽ അമൃത് പോലെയാണ് മഴ. ഗുരുദേവൻ പറയുന്നതാണ്. ഗുരുദേവൻ പറയുന്നതാണ്, അമൃത് പോലെയാണ് മഴ, അത് സൂക്ഷിക്കണം. വെണ്ണ പോലെ ഉപയോഗിക്കണം. നറുനെയ്യ് പോലെ. വാട്ടർ ഈസ് യൂസ്ഡ് ലൈക്ക് എ ഗീ. വെണ്ണ പോലെ, നറുനെയ്യ് പോലെ വെള്ളം ഉപയോഗിക്കണം. മഹാത്മാഗാന്ധി. എത്ര വലിയ കാഴ്ചപ്പാടാണ് ഭാരതത്തിൽ കിടക്കുന്നത്. നാച്ചർ പ്രൊവൈഡ്സ് എവരി മാൻസ് നീഡ്, നോ മാൻസ് ഗ്രീഡ്. എല്ലാവർക്കും ആവശ്യമുള്ളത് പ്രകൃതിയും പ്രപഞ്ചവും തരുന്നു. ആരുടെയും അത്യാഗ്രഹത്തിനില്ല. ഗാന്ധിജി പറഞ്ഞു, അതാണ് അഹിംസ. അഹിംസ പരിസ്ഥിതിയുമായി വലിയ ബന്ധമുണ്ട്. അഹിംസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊല്ലാതിരിക്കല്ലെന്നാണ്. കൊല്ലാതെ എങ്ങനെയാ ജീവിക്കുന്ന ഭൂമിയിൽ? സകല ചരാചരങ്ങളും ആരുകളെയും കൊല്ലുന്നു. ഞാനിപ്പോ സംസാരിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന വായുവിനും അതിന്റെ ചൂടും അതിന്റെ ടെമ്പറേച്ചറും ഈ ഭൂമിയിലെ ടെമ്പറേച്ചറുമായി വ്യത്യാസം വരുവാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന വായ്ക്ക് ചുറ്റുമുള്ള സൂക്ഷ്മജീവികളായിട്ടുള്ള മൈക്രോ ബാക്ടീരിയ, വൈറസ് തുടങ്ങിയിട്ടുള്ള മൈക്രോ ഓർഗൻസ് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് കാണും എനിക്ക് ചുറ്റും. ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് ചുറ്റും. അതിൽ പലതും ചത്തുപോകും. ചെറിയ കാറ്റടിച്ച് എൻ്റെ വായുടെ ചൂടടിച്ചാൽ മതി ചത്തുപോകുന്നതുണ്ട്. അതുമുതൽ ആടിനെ കൊല്ലുന്നു, പശുവിനെ കൊല്ലുന്നു, കോഴിയെ കൊല്ലുന്നു, പക്ഷിമൃഗാദികളെല്ലാം കൊല്ലുന്നു മനുഷ്യർ. ഇനിയും പക്ഷിമൃഗാദികൾ തമ്മിൽ കൊല്ലുന്നു. അപ്പൊ കൊല്ലാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അഹിംസ എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൽ വലിയ കാര്യമാണ്. ലിമിറ്റ് ചെയ്യണമെന്നാണ്. ആരാ ലിമിറ്റ് തീരുമാനിക്കുന്നത്? അവരവരാണ്. എൻ്റെ ലിമിറ്റ് തീരുമാനിക്കുന്നത് നിങ്ങളല്ല. അതുകൊണ്ടാണ് സനാതന ധർമ്മം വേണമെന്ന് പറയുന്നത്. എൻ്റെ ലിമിറ്റ് ഞാനാ തീരുമാനിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എനിക്ക്, എൻ്റെ തലമുറയ്ക്ക്, പിന്നെ വരാനിരിക്കുന്ന തലമുറയ്ക്ക്, പിന്നെ ഭാവി തലമുറയ്ക്ക് എല്ലാം ചേർത്തുള്ള എൻ്റെ ചിന്തയാണ് എൻ്റെ അഹിംസ. അത് അധികാരത്തോടുള്ള എൻ്റെ ചിന്ത കറക്റ്റ് ആകുമ്പോൾ ജനാധിപത്യം കറക്റ്റായിട്ട് വരും. മന്ത്രിമാരെല്ലാം കറക്റ്റ്, നമുക്ക് കൂടുതൽ സ്നേഹമുള്ളവരും വളരെ കറക്റ്റായിട്ട് വരും. മന്ത്രിമാരൊക്കെ അഹിംസയിൽ വിശ്വസിക്കുന്നവരായിരിക്കണം, രാഷ്ട്രീയ പാർട്ടികളൊക്കെ. അപ്പോൾ അധികാര പദവിയിൽ നിന്ന് അവർ മര്യാദയ്ക്കുള്ള പദവിയിലേക്ക് വരും. അധികാരത്തിന്റെ ആർത്തി വരത്തില്ല, സമ്പത്തിന്റെ ആർത്തി വരത്തില്ല, പദവികളുടെ ആർത്തി വരത്തില്ല. അപ്പൊ പദവികൾ, സമ്പത്ത്, അധികാരം, സ്വത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ ആർത്തിയിലേക്ക് പോകാതെ ലിമിറ്റ് ചെയ്യുന്ന അവനവന്റെ ലിമിറ്റ്, അത് വേറെ ആളിന് നിയമം കൊണ്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം. അഹിംസയുടെ ഏറ്റവും വലിയൊരു സൗന്ദര്യവും മനോഹാരിതയും മറ്റൊരാളെ തീരുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. അവനവൻ തീരുമാനിക്കണമെന്നാണ്. അവിടെയാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കും, അവരെന്നെ സുഖത്തിനായി വരണമെന്നൊക്കെ പറഞ്ഞ വേറെ രൂപങ്ങൾ ഇങ്ങനെ ഒരുപാട് മാറി വന്നിട്ടുണ്ട്.
നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് ഇങ്ങനെ പല പല രൂപങ്ങൾ. സ്നേഹമാണെങ്കിൽ സാരമൊഴിയിൽ സ്നേഹിക്ക നീ നിന്നെ ദ്രോഹിക്കുക ജനത്തെയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കവികളാവട്ടെ, ഗുരുക്കന്മാരാകട്ടെ, ആചാര്യന്മാരാകട്ടെ, ഇങ്ങനെ പല രൂപത്തിൽ ഇത് പറയാൻ ശ്രമിക്കുക. എല്ലാവരും പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ: ഈ ഭൂമിയെ സംരക്ഷിക്കുക. ആർക്ക് വേണ്ടി? മനുഷ്യർക്ക് വേണ്ടി. വെള്ളത്തെ സംരക്ഷിക്കുക, വെള്ളത്തെ മലിനപ്പെടുത്താതിരിക്കുക. എന്തെന്നാൽ വെള്ളമാണ് നിന്റെ ശരീരത്തിന്റെ 70%. അപ്പോൾ വെള്ളത്തെ മലിനപ്പെടുത്താതിരിക്കുക. വായു ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല, വായുവിനെ മലിനപ്പെടുത്താതിരിക്കുക. മണ്ണിനെ മലിനപ്പെടുത്താതിരിക്കുക. ആരോഗ്യമില്ലെങ്കിൽ മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മണ്ണിനെ വിഷമാക്കാതിരിക്കുക. ഇതാണ് പരിസ്ഥിതി സംരക്ഷണം. ഇതന്നെയല്ലേ ഭാരതത്തിൽ പറയുന്നത്? ഇതല്ലേ സനാതന ധർമ്മത്തിൽ പറയുന്നത്? ഇതല്ലേ ഭാരതീയ ചിന്ത? ഇതിൽ പറയാത്തൊരു വാക്ക് പറയൂ നിങ്ങൾ. മരങ്ങളെ സംരക്ഷിക്കണം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു മരം വെച്ചാൽ അത് 10 പുത്രന്മാർക്ക് തുല്യമാണെന്നാ പറഞ്ഞു വരുമ്പോൾ ശ്ലോകൻ തന്നെയുണ്ട്. ഞാൻ സംസ്കൃത ശ്ലോകമൊന്നും പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുന്നൊന്നുമില്ല. എല്ലാം നാടൻ ഭാഷയിൽ സംസാരിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ സംസ്കൃതത്തിലേക്കും അതിൻ്റെ ശ്ലോകങ്ങളിലേക്കൊന്ന് ഫുൾ സിംഗിൽ കയറാത്തത്. 10 പുത്രന്മാർക്ക് തുല്യമാണെന്നാണ് പറയുന്നത് മരം വെക്കുന്നത്. അവിടെ ഉടൻ പുത്രൻ എന്ന് പറയുമ്പോൾ പുത്രി ഇല്ലല്ലോ എന്ന് വിചാരിച്ചുള്ളൂ. അത് സ്ത്രീകളെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ആ അർത്ഥത്തിലല്ല. അവിടെ പുത്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഗാംഭീര്യത്തെ കാണിക്കാനാണ്. അപ്പൊ ചോദിക്കും പുത്രനാണോ ഗാംഭീര്യം, സ്ത്രീക്കില്ലേ? അങ്ങനെ ഒരു ചോദ്യം ഇല്ല. അങ്ങനെ ഒരു വ്യംഗ്യാർത്ഥ ചോദ്യം ഇല്ല. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അതിന് വിദ്യാർത്ഥിനികളും കൂടെ വരും എന്നുള്ള കൺസെപ്റ്റിലാണല്ലോ പറയുന്നത്. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിനികൾ എന്നൂടെ പറയുന്നത്. അങ്ങനെ മൈക്രോ ലെവലിലല്ല കാര്യങ്ങൾ പറയുന്നത്. എഴുതുമ്പോഴും അങ്ങനെ പറ്റില്ലല്ലോ. വ്യംഗ്യാർത്ഥത്തിലല്ലേ എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ വാച്യാർത്ഥത്തിൽ വേഡ് ടു വേഡ് അങ്ങനെ അല്ലല്ലോ അർത്ഥം എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരിസ്ഥിതിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതെല്ലാം കൂടി ചേരുന്നതാണ്. അങ്ങനെ പറയുന്നത് ഭാരതത്തിലാണ്, ഭാരതത്തിന്റെ സംസ്കൃതിയിലാണ് ഈ പറയുന്നത്. എത്ര ആയിരം സ്ഥലങ്ങളിലാണ്, എത്ര പ്രാവശ്യമാണ് രാമായണത്തിൽ കാടുമായി ബന്ധപ്പെട്ട കഥകൾ പറയുന്നത്, മഹാഭാരതത്തിൽ. അതുകൊണ്ട് ആധുനിക പരിസ്ഥിതി പ്രവർത്തകർ തിരിഞ്ഞു നോക്കണം സനാതനത്തിലേക്ക്. കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കഥകൾ, മനുഷ്യനുണ്ടാവുന്ന നന്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരു ജനത. ഞാൻ പറഞ്ഞല്ലോ, പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കാട് വെട്ടാത്ത ഒരു ജനത, പക്ഷിമൃഗാദികൾക്ക് വെള്ളം കൊടുത്തിരുന്ന ജനത, കന്നുകാലികളെ ആരാധിച്ചിരുന്ന ജനത, സൂക്ഷ്മജീവികൾ മുതൽ സ്ഥൂല ജീവികൾ വരെയുള്ള വലിയ ജീവികളെ വരെ ബഹുമാനിച്ചിരുന്നൊരു സമൂഹം, ആദരിച്ചിരുന്നു. എന്നാൽ അതേസമയം ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുന്ന, അത് സിംഹം അങ്ങനെയാണ്. സിംഹം ഉൾപ്പെടെ അങ്ങനെയാണല്ലോ. കാട്ടിൽ വിശന്നിരിക്കുമ്പോഴാണല്ലോ താഴെയുള്ള ജീവികളെ കൊല്ലുന്നത്. അല്ല വയറ് വീർത്തിരിക്കുമ്പോൾ, വിശപ്പില്ലാതിരിക്കുമ്പോൾ ആരെയും കൊന്ന ഒരു കഥയെ നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുമില്ല. അല്ല പിന്നെ കാട്ടിൽ ഒരു ജീവിക്ക് ജീവിക്കാൻ 24 മണിക്കൂറും കൊല്ലലാണ് വലിയ ജീവികളുടെ ജോലിയെങ്കിൽ പിന്നെ ഒരു ജീവിയും കാട്ടിൽ കാണത്തില്ലല്ലോ. കണ്ടാൽ ഉടനെ കൊന്നുകളയുമല്ലോ. അങ്ങനെ കൊല്ലാറില്ല. പട്ടിക്ക് വിശക്കുമ്പോഴേ ചിലപ്പോൾ പൂച്ചയെ പിടിക്കാറുള്ളൂ, പൂച്ചയ്ക്ക് വിശക്കുമ്പോഴേ എലിയെ പിടിക്കാറുള്ളൂ. അല്ലാതെ കാക്കയ്ക്ക് വിശക്കുമ്പോഴേ ചെറിയ ജീവിയെ പിടിക്കാറുള്ളൂ. അല്ല വിശന്ന് വയറ് വെറുതിരിക്കുമ്പോൾ ഒരു കാക്കയും പോയി ചെറിയ ജീവിയെ കൊത്തിക്കൊണ്ട് പോകാറില്ല. പ്രകൃതിയിൽ അഹിംസ പഠിച്ചത് ജീവികളാണ്, അവർ നന്നായി അഹിംസ പഠിച്ചവരാണ്. പക്ഷെ മനുഷ്യനാണ് ആർത്തി, സമ്പത്തിലുള്ള ആർത്തി, അധികാരത്തിലുള്ള ആർത്തി, പദവിയിലുള്ള ആർത്തി, എല്ലാ ആർത്തി പണ്ടാരമായിട്ട് മാറിയിരിക്കുന്ന മനുഷ്യരാണ്. ആ ആർത്തി പണ്ടാരമാകുന്നതിൽ ഏറ്റവും കൂടുതൽ ആർത്തി നേടുന്നത് ഈ പ്രകൃതിക്കെതിരെയാണ്, പരിസ്ഥിതിക്കെതിരെയാണ്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഈ ധർമ്മത്തിൽ കിടപ്പുണ്ട്, ഈ കാഴ്ചപ്പാടിൽ കിടപ്പുണ്ട്. അതിൽ ഏറ്റവും വലിയ കാഴ്ചപ്പാടാണ് അഹിംസ. ആ അഹിംസയോട് കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുതിയ പരിസ്ഥിതിയും പുതിയ ഭൂമിയും പുതിയ കാലാവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, അവനവന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ആ ലിമിറ്റ് തീരുമാനിക്കുക. അവിടെയാണ് പ്രശ്നം. ലിമിറ്റ് ആരാണ് തീരുമാനിക്കുക? മറ്റൊരാളില്ല. എൻ്റെ അധികാര പദവിയുടെ ലിമിറ്റ് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ ഇത്ര വരെ അധികാരത്തിൽ വന്നാൽ മതി മറ്റൊരാളിനെ എനിക്ക് പറയാൻ അവകാശമില്ല. മറ്റൊരാൾ ഇത്രയും സമ്പത്ത് ഉണ്ടാക്കിയാൽ മതി എന്ന് എനിക്ക് പറയാൻ അവകാശമില്ല. ടാക്സ് ഒക്കെ പിരിക്കുക, അത് പറയുക, അല്ലാതെ എനിക്ക് അവകാശമില്ല നിങ്ങൾ ഇത്രയും സമ്പത്ത് ഉണ്ടാക്കിയാൽ മതി. അവനവനാണ് തീരുമാനിക്കുന്നത്. എത്ര വസ്ത്രം വേണം, എത്ര ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, വ്യക്തി എന്ന് പറയുന്നത്, വ്യക്തിതലത്തിൽ വലിയ നന്നാവലിന് വലിയ സ്കോപ്പുണ്ട്. പരിസ്ഥിതി സംരക്ഷണം അത് തന്നെയാണ്. അപ്പോൾ ഓരോ മനുഷ്യരും വലിയ ചിന്തകളിലേക്ക് പോകാൻ, പാരിസ്ഥിതികമായിട്ടുള്ള സംരക്ഷണത്തിലേക്ക് പോകുന്നതിനും ഭാരതത്തിൽ ഈ ചിന്തകൾ കിടപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ഗൗരവമായ രീതിയിൽ ഈ
ഈ പറയുന്ന ചിന്തകൾ സനാതന ധർമ്മത്തിൽ കിടപ്പുണ്ട്. അത് സത്യം, നീതി, ന്യായം, സഹിഷ്ണുത, സഹാനുഭൂതി, ഇതെല്ലാം തന്നെയാണ്. ഇത് പരജീവികളോട് ചെയ്യുമ്പോൾ പരിസ്ഥിതി സംരക്ഷണമായി. സഹജീവികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല, സസ്യജലാദികൾ, ജന്തുക്കൾ, മൃഗങ്ങൾ, എല്ലാവരോടും നമ്മൾ ചെയ്യുമ്പോൾ സത്യം. കാരണം എല്ലാം ജീവനാണെന്ന് അറിയണം നമുക്ക്. ഈ പ്രപഞ്ചത്തിൽ നമുക്കാണ് മനുഷ്യരും പട്ടിയും പൂച്ചയും ഒക്കെ ഉള്ളത്. പ്രപഞ്ചത്തിന് അങ്ങനെ ഇല്ലല്ലോ, പ്രകൃതിക്ക് അങ്ങനെ ഇല്ലല്ലോ. ഇത് മനുഷ്യർ, ഇത് പട്ടി, ഇത് പൂച്ച, ഇത് കടുവ, ഇത് എലി എന്ന് പ്രകൃതിക്കില്ല. പ്രപഞ്ചത്തിന് അങ്ങനെയില്ല. പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് വെള്ളമെടുക്കുന്ന, വായു എടുക്കുന്ന, പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുക്കുന്ന, സ്വയം വളരുന്ന എല്ലാ വസ്തുക്കളും ജീവനുള്ളതാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച്. അപ്പോൾ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും നിലനിൽക്കാൻ അവകാശമുണ്ട്. അതേസമയം നിലനിൽപ്പിന് വേണ്ടി ആവശ്യത്തിനുള്ളത് എടുക്കാനുള്ള അവകാശമുണ്ട്. നല്ല രസമായ രണ്ട് അവകാശമാണ് പറഞ്ഞ് അവസാനിപ്പിക്കുക. എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കാൻ അവകാശമുണ്ട്. അങ്ങനെ നിലനിൽക്കാൻ കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതെടുക്കാനും അവകാശമുണ്ട്. ഈ രണ്ട് അവകാശങ്ങൾ തമ്മിൽ, നിലനിൽക്കാനുള്ള അവകാശവും എടുക്കാനുള്ള അവകാശവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് പരിസ്ഥിതി സംരക്ഷണം. ആ പോരാട്ടത്തിൽ നിങ്ങൾ എവിടെ നിൽക്കണമെന്നാണ് സനാതനധർമ്മം നമ്മളോട് പറയുന്നത്.